അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിൽ കരീം അമ്മാ ബഅദ്. ഈ കാണുന്നത് ബുറൈദ ജാലിയാത്തിൻ്റെ ബിൽഡിംഗ് ആണ്. കഥ പറയാം. ഹിജറ വർഷം 1407 ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ബുറൈദ ജാലിയാത്ത്. മർക്കസ് തൗഹിയത്തുൽ ജാലിയാത്ത് ബിൽ ഖസീം എന്നാണ് അതിൻ്റെ ആദ്യത്തെ നാമകരണം. ഇപ്പോൾ ജംഇയ്യത്തുൽ ദഅവ വൽ ഇർഷാദ് വ തൗഹിയത്തുൽ ജാലിയാത്ത് ഫി വസ്ത് ബുറൈദ എന്ന പേരിൽ പ്രവർത്തനം സജീവമായിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 40ഓളം വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ വ്യത്യസ്തമായ ഹജ്ജ്, ഉംറ, ക്ലാസുകൾ, വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു പ്രവൃത്തിയാണ് ഇഫ്താറുസ് സായിം അൽ ജമാഇ, അഥവാ പൊതുവായിട്ട് എല്ലാവർക്കും ഇഫ്താർ സംഘടിപ്പിക്കുക എന്നുള്ളത്. വിദേശികൾക്കിടയിൽ മതപഠനവും ധാർമ്മിക ഉദ്ബോധനവും ലക്ഷ്യമാക്കി ഹിജറ 1407 അഥവാ 1986-87 കാലഘട്ടത്തിൽ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള അത്തുവൈജിരി അള്ളാഹു മഗ്ഫിർ ലഹു റഹമുഹു ബുറൈദയിൽ ആരംഭിച്ച ഒരു സ്ഥാപനമാണിത്. സൗദി അറേബ്യയിൽ പ്രവാസികൾക്കിടയിൽ പ്രബോധനവും മതപഠനവും ഉദ്ദേശിച്ചുകൊണ്ട് ആദ്യമായി സ്ഥാപിച്ച സ്ഥാപനമാണിത്. ഉറുദു, ഹിന്ദി, മലയാളം, തമിഴ്, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് തുടങ്ങിയ ക്ലാസുകൾ കഴിഞ്ഞ 40 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു. നിശ്ചിത കാലയളവിൽ സിലബസ് പ്രകാരമുള്ള ക്ലാസുകൾ നടത്തപ്പെടുകയും ഏകദേശം 100ഓളം വിഷയങ്ങളിലുള്ള അറബി മൂലഗ്രന്ഥങ്ങളിൽ നിന്നും മൊഴിമാറ്റം ചെയ്യപ്പെട്ട ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്രകാരം 15,000-ലധികം പേരെ ഹജ്ജിനും പ്രതിവാര ഉംറ ട്രിപ്പിലൂടെ ലക്ഷത്തിലധികം പേർക്ക് ഉംറ നിർവഹിക്കുവാനുമുള്ള അവസരം ഈ സ്ഥാപനം മുഖേന ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏകദേശം 20 വർഷമായി നടന്നു വരുന്ന സാമൂഹ്യ നോമ്പുതുറ. 3 സ്ഥലങ്ങളിലായി സംഘടിപ്പിക്കപ്പെടുന്ന നോമ്പുതുറയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത് ബുറൈദയിലെ ബലദിയ പാർക്കിൽ നടത്തപ്പെടുന്ന ഇഫ്താറിലാണ്. ഏകദേശം 1500 പേർക്ക് സുഖമായി ഇരുന്ന് കഴിക്കുവാനുള്ള സംവിധാനമാണ് അവിടെ സജ്ജീകരിക്കാറുള്ളത്. മഴ പോലെ പ്രതികൂല സാഹചര്യമുണ്ടാകുമ്പോൾ പാർസൽ സംവിധാനത്തിലൂടെയാണ് ആളുകൾക്ക് നോമ്പുതുറ വിതരണം ചെയ്യുന്നത്. നിലവിലെ മലയാളി അധ്യാപകരായി ഈ സ്ഥാപനത്തിൽ വിനീതനും കൂട്ടത്തിൽ അബ്ദുറഹീം ഫാറൂഖി പെരുമ്പാവൂർ അവറുകളുമാണുള്ളത്. പരമാവധി മലയാളി സഹോദരങ്ങൾ ഈ സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ വിനയത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും കാണാം.